ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അത് വ്യക്തികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും അത് വളരെയധികം പ്രസക്തമായ കാര്യമാണ്. ഈ ജെറുസലം ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിരിക്കുകയാണ്. ആരാ എന്താന്ന് ഇവിടെ വിഷയമല്ല. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന സ്ഥലങ്ങൾ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വ്യക്തികൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഡെഡിക്കേറ്റഡായ പ്രതിഷ്ഠിതമായ സ്ഥലങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് പ്രതിഷ്ഠിതമായ വ്യക്തികൾ. ആ വ്യക്തികളെ സ്വർഗം ഏറ്റവും വിലയുള്ള അമൂല്യ കാര്യങ്ങളായിട്ടാണ് സ്വർഗം മാനിക്കുന്നത്. അമൂല്യ രത്നങ്ങളായിട്ടാണ് സ്വർഗം മാനിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്ക 12:8 ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. അത് കാലങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും കാഴ്ചപ്പാടുകൾ മാറിയാലും ആളുകളെല്ലാം കാലു മാറിയാലും ഈ വചനത്തിനോ കർത്താവിനോ മാറ്റം വരികയില്ല. ഹല്ലേലൂയ. വചനത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറപ്പോടുകൂടി പറയാണ്. ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയുന്നു. ഉറപ്പോടുകൂടി ഒരു കാര്യം സ്വർഗത്തിലെ പുത്രനായ യേശു നമ്മളോട് പഠിപ്പിക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. സ്വർഗം യേശു അത്രയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സ്ഥലങ്ങളും വ്യക്തികളുമാണ് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വ്യക്തികളെ ഈ സ്ഥലങ്ങളെയും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളി പറയപ്പെടും. നമുക്ക് ആദ്യത്തെ വചനം എടുത്താൽ മതി, 8-ാമത്തെ വാക്യം എടുത്താൽ മതി. തള്ളി പറയുന്ന കാര്യം നമുക്ക് എടുക്കണ്ട, അത് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യണില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, കഴിഞ്ഞ 25 വർഷം ഇവിടെ വേറെ ടെക്നോളജി ഒന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ബയോഗ്യാസ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ വാഴക്കൃഷി നടത്തണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ പിന്നെ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളല്ല. നിത്യജീവനായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ വചനങ്ങളെയുമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്, ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവപുത്രനായ യേശു ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അങ്ങേയറ്റം ഹൃദയം കൊണ്ട് സ്നേഹപൂർവം ഓർമ്മിക്കുന്ന സ്ഥലമാണ് നമ്മൾ കൂടിയിരിക്കുന്ന ഈ ജെറുസലം ധ്യാന കേന്ദ്രം. അതുപോലെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും. അതുകൊണ്ടാണ് ഇവിടെ പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വർഷിച്ച് തൻ്റെ നാമത്തെ കർത്താവ് മഹത്വപൂർണ്ണമാക്കാൻ അനുദിനം ഇവിടെ 24 മണിക്കൂറും കർത്താവിൻ്റെ കടാക്ഷം പതിച്ച് കർത്താവ് ഇവിടെ നിൽക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സമ്മേളനത്തിൽ ഈ നെടുകയും കുറുകയും കർത്താവ് നടക്കുകയാണ്. ഈ ഗ്രൗണ്ടിലൂടെ നെടുകയും കുറുകയും കർത്താവ് നടക്കുകയാണ്. അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന ഓരോരുത്തരെയും സ്നേഹവാത്സല്യത്തോടെ കർത്താവ് കടാക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതിനെക്കുറിച്ച് തന്നെയാണ്. യേശു ക്രിസ്തു എന്ന രക്ഷകൻ, നിത്യജീവൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം നമ്മുടെ ഇൻബോണായ ഒരു വിളിയുണ്ട്. ആ വിളി ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്.
ഈ ദിവസങ്ങളിൽ, ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഓരോ തരത്തിലുള്ള തിരക്കുള്ളവരാണ്. പക്ഷേ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ ആ ക്ഷണത്തിനും കൊടുക്കാൻ നമുക്കൊരു നല്ല മനസ്സ് തോന്നിയത് അനാദി മുതലേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പും വിളിയും നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെ അന്വേഷിക്കാൻ, യേശുക്രിസ്തുവിനെ അറിയാൻ പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നല്ല മനസ്സ് തോന്നിയത്. ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തുവിനെ അറിയാനും യേശുക്രിസ്തുവിനെ കേൾക്കാനും ഒരാൾക്ക് തോന്നുമ്പോൾ ചാടി പുറപ്പെടാൻ പറ്റില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരു തിരഞ്ഞെടുപ്പും ഒരു വിളിയും ഇതിൻ്റെ പുറകിലുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം നമ്മൾ അമ്മയുടെ ഉമ്മത്തരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആദ്യകാലം മുതലേ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ വലിയൊരു ദൗത്യമാണ് വചനം കേട്ട് ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോട് യേശു ക്രിസ്തു എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, അതാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദന വിഷയം. ഞാനും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. ഞാനും എൻ്റെ രക്ഷകനായ യേശുക്രിസ്തു തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം പിതാവായ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അനാദി മുതലേ അവൻ എന്നെ തെരഞ്ഞെടുത്തു യേശുക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടാണ് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിളി കടക്കുന്നത് കൊണ്ടാണ് നാം നമ്മുടെ മറ്റെല്ലാ ആവശ്യങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വചനം കേൾക്കാൻ നൽകി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് ഈ ത്യാഗം സഹിച്ച്, ഈ വിശപ്പ് സഹിച്ച്, വേദന സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച് ഇന്നിവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 28-29 തിരുലിഖിതങ്ങൾ. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അതിന് കൊടുക്കുന്ന മറുപടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുക, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, 2 നിയോഗങ്ങൾ നമുക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയും യേശുവും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സുദൃഢമായ ഒരു ബന്ധം രൂപപ്പെടുകയാണ്. ഈ ബന്ധം നമ്മൾ മറന്നാലും പിന്നെ യേശു മറക്കില്ല. നമ്മുടെ സ്വഭാവമാണ് പെട്ടെന്നെല്ലാം മറന്നു പോകും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറന്നു പോകും, നമ്മളുടെ ബന്ധവും മറന്ന് നമ്മളെല്ലാം ആളും തരം നോക്കി വേഗം മാറിപ്പോകും. പക്ഷെ യേശു മറക്കില്ല. പ്രൈസ് ദി ലോർഡ്. യേശു മറക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് ശക്തിയുള്ള കാലമുണ്ട്, മനസ്സിന് ശക്തിയില്ലാത്ത കാലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പുണ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന കാലമുണ്ട്, പാപത്തിൽ വീണു പോകുന്ന കാലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കാലമുണ്ട്, സാമ്പത്തികമായി നശിച്ച കാലമുണ്ട്. കാലങ്ങളും അവസ്ഥകളും മാറി മറിഞ്ഞ് വരും. പക്ഷേ യേശു ക്രിസ്തു നമ്മളോടുള്ള ബന്ധത്തിൽ മാറ്റം വരുത്തുകയില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നും അത് ഓർത്തിരിക്കും. നമ്മുടെ ആദ്യത്തെ സ്നേഹം അവൻ ഓർത്തിരിക്കും, നമ്മുടെ വാക്കുകൾ അവൻ ഓർത്തിരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഈശോ തന്നെ ബൈബിളിൽ ഈശോയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി വേറൊരു പുതിയ പ്രബോധനം യേശുവിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈശോയെക്കുറിച്ച് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു പ്രബോധനമാണ്, ഞാൻ നല്ല ഇടയനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണ് നല്ല ഇടയൻ. ഒന്നുറക്കെ പറഞ്ഞേ, ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് നമ്മളത് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ഈശോ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ നമ്മളെ വിളിക്കുന്ന വാക്കാണ് എൻ്റെ ആട്, എൻ്റെ ആട്. അപ്പോൾ ഈശോ ആരാണ്? നമ്മൾ ആടാണെങ്കിൽ ഈശോ ആരാണ്? ഇടയൻ. ഈശോ ആട്ടിടയൻ. ഈശോ ആട്ടിടയൻ, നമ്മൾ ആട്. എൻ്റെ ആട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വട്ടായിലച്ചൻ. ഈശോ പറയാണ്, നിങ്ങൾക്ക് വട്ടായിലച്ചനൊരു വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഈശോയ്ക്ക് ഭയങ്കര വിലയാണ്. എൻ്റെ വട്ടായിലച്ചൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വട്ടത്തച്ഛൻ. ഹല്ലേലൂയ. സ്വർഗത്തിലിരുന്ന് ഈശോ എൻ്റെ പട്ടത്തച്ഛൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈശോ കരയുണ്ടാവും. കാരണം അത്രയും സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് കണ്ണുനീർ. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആടും ഇടയനും തമ്മിലുള്ള ബന്ധം. ഈശോ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ്. ദാവീദ് ഒരാട്ടിടയനായിരുന്നു. ആട്ടിടയനായ ദാവീദ് തൻ്റെ ആടുകളെ എങ്ങനെയാണ് താൻ പരിപാലിച്ചതെന്ന് സാവൂൾ എന്ന് പറയുന്ന രാജാവിന് മുമ്പിൽ പറയുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? 1 സാമുവേൽ 17-ാം അധ്യായം 34-35 വാക്യങ്ങൾ. 1 സാമുവേൽ 17-ാം അധ്യായം 34-35 വാക്യങ്ങൾ. അപ്പോൾ അവിടെ ഈ സാവൂൾ രാജാവിന് മുമ്പിൽ ദാവീദ് പറഞ്ഞെങ്ങനെയാണ്? ഞാൻ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ്. എൻ്റെ ആടുകളിൽ ഒരെണ്ണത്തെ സിംഹമോ കരടിയോ വന്ന് തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. ആ സിംഹമോ കരടിയോ എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. എന്നിട്ട് അതിനെ ചീന്തിയിടും. എന്നിട്ട് ആട്ടിൻകുട്ടിയെടുത്ത് തോളിലെടുത്ത് വെച്ച് ദാവീദ് ഇങ്ങോട്ട് പോരും. നോക്കിയൊരു ഇടയൻ്റെ ചിത്രമാണത്. യേശുവിൻ്റെ തലമുറ ദാവീദിൻ്റെ തലമുറയാണ്. അപ്പോൾ യേശു ഇടയൻ എന്ന് പറയുമ്പോൾ യേശുവിന് ദാവീദിനെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. ഇടയനായ ദാവീദ് ചെയ്തത് അങ്ങനെയാണ്. എൻ്റെ ആടുകളിൽ ഒരെണ്ണത്തെ സിംഹമോ കരടിയോ വന്ന് പിടിച്ചുകൊണ്ടുപോയാൽ, തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ പിന്തുടർന്ന് അതിനെ രക്ഷിക്കും. ആ സിംഹമോ കരടിയെ എതിർത്താൽ ഞാൻ അതിനെ പിച്ച് ചെയ്ത് അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. എന്നിട്ട് അതിനെ പിച്ച് ചീന്തിയിട്ടിട്ട് ആടിനെ ഇങ്ങോട്ട് എടുത്തിട്ട് പോരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നല്ല ഇടയനാണ്. എനിക്കോ നിങ്ങൾക്കോ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ മുൾക്കാട്ടുകളിൽ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിംഹമോ കരടിയോ നമ്മളെ പിടിച്ച്, ഒരുപാട് സിംഹങ്ങളും കരടികളുള്ള സമൂഹമാണിത്. തൃശ്ശൂരിൻ്റെ കാര്യമല്ല പറയണത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയാണ്, അതിനെ രക്ഷിക്കുന്നത് നിങ്ങളോ മത്തായിയോ മറിയോ മാർക്കോസോ ഒന്നും അല്ല, ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. ഇപ്പം ഇവിടെ ഇരിക്കണം അറിയാമേനെ ഒരു കരടി പിടിച്ചു എന്ന് വിചാരിക്കും. കർത്താവ് ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചാക്കോച്ചേട്ടനെ എന്താ ഒരു മദ്യപാന ആസക്തി പിടികൂടി, അതും അല്ലെങ്കിൽ ഒരു കഠിനമായ വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു വലിയൊരു ഒരു 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 സിംഹം പിടികൂടി. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആത്മാക്കൾ ഈ പാപത്തിൻ്റെ കരാള ഹസ്തത്തിൽ ചെന്ന് നിപതിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി യേശു പറയാണ്, ഞാൻ വന്ന് അതിനെ രക്ഷിക്കും. ഞാൻ വന്ന് അതിനെ പിന്തുടർന്ന് വരും.
ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ കുമ്പസാരം ഉപേക്ഷിച്ച് കുർബാന ഉപേക്ഷിച്ച് ഒരുപാട് നാളുകളായി അങ്ങ് ബഹുദൂരമൊക്കെ അകന്ന് ജീവിക്കുന്നവരായിരിക്കാം. ഈശോ പറയാണ്, ഞാൻ പിന്തുടർന്ന് വന്ന് ഞാൻ രക്ഷിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്കങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ദൈവം തന്ന കൃപകളൊക്കെ നഷ്ടപ്പെടുത്തി, ദൈവം തന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി, അങ്ങനെ നന്ദി കേട് കാണിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി സ്വന്തം ഇഷ്ടത്തിന് തോന്നിയാസം കാണിച്ച് ജീവിക്കുമ്പം ഒരു പക്ഷേ ഈശോയ്ക്ക് നമ്മളെ വെറുപ്പായിരിക്കും, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും ഈശോ കേൾക്കില്ലായിരിക്കും എന്ന് വിചാരിച്ച്. ഹല്ലേലൂയ. പക്ഷേ ദൈവവചനത്തിൽ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഞാൻ പിന്തുടർന്ന് വന്ന് രക്ഷിക്കും. അവരുടെ പ്രാർത്ഥനയാണ് ഞാൻ അധികം കേൾക്കുക, അവരുടെ നിലവിളി ഞാൻ ശ്രദ്ധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ മുൾക്കാടുകളിൽ ഉടക്കിക്കിടന്ന ഒരു ആട്ടിൻകുട്ടി, 99 നല്ല ആടുകളുണ്ട്, ആ മുൾക്കാടുകളിൽ പെട്ടുപോയ ഒരാട് ഈശോ പിന്തുടർന്ന് വരികയാണ്, അന്വേഷിച്ച് വരികയാണ്. അന്വേഷിച്ച് വന്നിട്ട് ഈ ആട്ടിൻകുട്ടിയുടെ ചെറിയൊരു കരച്ചിൽ മതി, ആ കരച്ചിൽ തേടി കാതോർത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് ഇഷ്ടമല്ലെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഒരു സ്വരത്തിന് വേണ്ടി, നമ്മളൊരു തിരിഞ്ഞു നടപ്പിന് വേണ്ടി കാതോർത്ത് കർത്താവ് വരികയാണ്. വെറുതെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വന്നു രക്ഷിക്കും. ശിക്ഷിക്കാൻ വേണ്ടിയല്ല വരണത്, കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല വരണത്. ഞാൻ പിന്തുടർന്ന് വന്ന് അതിനെ രക്ഷിക്കും. നമ്മൾ ബൈബിളിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? ജീസസ് ക്രൈസ്റ്റ് വിൽ പ്രിസർവ് അസ് ടു ദ എൻഡ്. അവസാനം വരെ യേശു നമ്മളെ പ്രിസർവ് ചെയ്യും. പ്രിസർവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? കാത്തു സൂക്ഷിക്കും. എന്നെ കാത്തു സൂക്ഷിക്കുന്നവനായ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അബദ്ധം പറ്റും, എനിക്ക് വീഴ്ച പറ്റും. ഞാനിങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. നമ്മുടെ സ്വഭാവം നമുക്കറിയാം. ഹല്ലേലൂയ. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരാളോട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവം നമുക്കറിയാം. എന്നാൽ അപ്പോഴും ഈശോ നമ്മളെ നിത്യനാശത്തിൽ പെടാതെ കാത്തു സൂക്ഷിക്കും. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പിന്തുടർന്ന് വരും. ബൈബിളിൽ ഈശോ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ്, അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37 തൊട്ട് 39 വരെ വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37 തൊട്ട് 39 വരെ വാക്യങ്ങൾ. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ വിശ്വസിക്കുക. ഈ വചനങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഉറപ്പായും രക്ഷപ്പെടും. യോഹന്നാൻ 6:37-39. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ബ്ലെയിംലെസ് ആയി സമർപ്പിക്കണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അപ്പം നമ്മുടെ കാര്യത്തിൽ ഈശോയ്ക്ക് നമ്മളെക്കാളെല്ലാം 10,000 ഇരട്ടി ശ്രദ്ധയുണ്ട്. മറ്റാരേക്കാളും ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. എന്നെ കരുതുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഈശോയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം പിതാവായ ദൈവമാണ് ഈശോയെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, എൻ്റെ പിതാവ് എനിക്ക് തന്നതാ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, എൻ്റെ പിതാവ് എനിക്ക് തന്നതാ വട്ടായലച്ചനെ. അതുകൊണ്ട് ഈ വട്ടായലച്ചൻ നഷ്ടപ്പെടാതെ ഈ വട്ടായലച്ചനെ അന്ത്യദിനത്ത് ഉയർപ്പിച്ച് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഈശോ പറയണ എൻ്റെ ദൗത്യമാണ്. അങ്ങനെയാണ് എൻ്റെ ഈശോ എന്നെ കരുതണത്. പിന്നെ എന്തിനും നമ്മൾ അരക്ഷിതാവസ്ഥയിരിക്കണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം. John 18:9. I did not lose a single one of those whom you gave me. ഈശോ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, അങ്ങ് എനിക്ക് ഏൽപ്പിച്ച് തന്നവരിൽ നാശത്തിൻ്റെ പുത്രനല്ലാതെ
മറ്റൊരാൾ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ. വായിച്ചു നോക്കിക്കേ, ജോൺ 18:9. എനിക്ക് തന്നവരിൽ, എൻ്റെ പിതാവേ, അങ്ങ് എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. എൻ്റെ ഈശോ എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി വരും. ഹീ ഈസ് ദ പ്രിസർവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെ പ്രിസർവ് ചെയ്യുന്നവനാണ്. അവൻ ഇടയനാണ്. ഹീ ഈസ് ദ പ്രിസർവർ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.